ഇന്നലെ തുടക്കം കണ്ട് യാതൊരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഇല്ലാതെ പോയി കണ്ട സിനിമയാണ്. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. സിനിമ തുടങ്ങുന്നവിടെ മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ആദ്യമേ ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് പരിപാടിയിലൊക്കെ വിസ്മയ്ക്ക് നേരിടേണ്ടി വന്നു. ആ ഒരു ട്രോളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സിനിമയും ഏകദേശം ആ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുന്നു. ഒരിക്കലും ഇതൊരു ട്രോൾ മെറ്റീരിയൽ അല്ല. നിങ്ങൾ ധൈര്യത്തോടെ പോയി കണ്ടു. ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ വരുന്നത് 7-8 ആൾക്കാരുള്ള ഫാമിലിയിൽ നിന്ന് ഇളകിയാണ് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ചെറുപ്പക്കാരും കൂടെ കണ്ടിരിക്കേണ്ടത്, പെൺകുട്ടികളൊക്കെ അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചതി വരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു മൂവി പോലാണ് എനിക്ക് തോന്നിയത്. കാരണം സ്ത്രീകളെ വില കുറച്ച് കാണുന്ന ഒരു സമൂഹത്തെ തിരുത്തുന്ന കുറേ സീനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വിസ്മയ മോഹൻലാൽ വിസ്മയിപ്പിച്ച് ഒരു രക്ഷയില്ല. തുടക്കം മുതൽ അവസാനം വരെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നു. അതേപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആശിഷ്, അതായത് ആന്റണി പെരുമാറിൻ്റെ മോനില്ലേ ആശിഷ് ആന്റണി, എൻ്റെ പൊന്നോ ആ പയ്യൻ തിയേറ്ററിനെ നിർത്തിപ്പൊരിച്ചെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡയലോഗ് പോലും ഒന്നും ഇല്ലടേന്ന്, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ തന്നെ രണ്ട് ഹാഫിനെയും, അതായത് ഫസ്റ്റ് ഹാഫിനെയും സെക്കൻഡ് ഹാഫിനെയും കോരിത്തിരിപ്പിച്ച് കളഞ്ഞു. അതായത് ലാസ്റ്റ് സീനിലും കണ്ട കക്ഷിക്കൊരു ഡയലോഗ് കിട്ടുന്നു. ആ ഒരു ഡയലോഗ് തന്നെ അടിപൊളി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ വെടിക്കോപ്പോ ചറപറ എന്നുള്ള ഡയലോഗിൻ്റെയോ മാസ് ഡയലോഗിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു ഡയലോഗ് ഒരു വില്ലന് അവൻ്റെ ഒരു പ്രസൻസ് തന്നെ ആ ഒരു സിറ്റുവേഷന് നല്ല രീതിക്ക് ഒരു ഫീൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ്റെ കാലിബർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവൻ ഒരു പക്ക സ്റ്റാർ മെറ്റീരിയലാണ്. ഇത് മലയാള സിനിമ ഇൻഡസ്ട്രി അടിച്ച് താത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടതോടുകൂടി തന്നെ, എത്ര വലിയ വില്ലനാണെന്ന് പറഞ്ഞാലും ഈ സിനിമ കണ്ടതോടുകൂടി തന്നെ മലയാളി സമൂഹത്തിലെ ചെറുപ്പക്കാരിൽ, അതായത് ടീനേജ് പിള്ളേർ മുതൽ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ വരെയുള്ള ആൾക്കാരും ഇവൻ്റെ ക്രഷായി മാറും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് നല്ല ലുക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡെസ്കി സ്കിൻ ടോണ്, ചുരുണ്ട മുടി, താടി, കണ്ണ്, ഹൈറ്റ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. ഇത് മിക്കവാറും ഭാവിയിലെ ഒരു അടിപൊളി, അതായത് മോഹൻലാൽ എങ്ങനെയാണ് വളർന്നു വന്നേ മോഹൻലാൽ വില്ലനായിട്ട് തുടങ്ങിയില്ലേ, ഇതൊരു ഭാവി മോഹൻലാലായി മാറുമോ എന്നെനിക്ക് തോന്നിപ്പോയി. വിസ്മയുടെ അഭിനയം ഒരു രക്ഷയിലായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് അഭിനയിച്ചത്. ഓവറായിട്ട് കുളവാക്കിയിട്ടൊന്നുമില്ല, വളരെ കൺട്രോൾഡായിട്ട് അതെല്ലാം ചെയ്തു. പിന്നെ വിസ്മയുടെ ഫൈറ്റ് ഒരു രക്ഷയില്ല. ഒരു ഇടിക്ക് ഒരു കിൻഡലുണ്ടായിരുന്നെന്ന് പറയാം. അങ്ങനത്തെ ഇടിയാണ്. ഇടിയല്ല, മറ്റേ മാർഷൽ ആർട്സ് ആണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, മറ്റേ സാധനമില്ലേ, കിക്ക് ബോക്സിങ്. ക്യാമിയോ റോളായിട്ട് വന്ന മോഹൻലാൽ വളരെയധികം ഒരു പരസ്യ ചിത്രം ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് തുടക്കത്തിൽ. അതേപോലെ മോഹൻലാലിൻ്റെ സൗണ്ട് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് കൂട്ടിയിട്ട് കുളവാക്കിയ കൂട്ടിൽ എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് ഓക്കെ ആയി വന്ന് മോഹൻലാലിൻ്റെ ക്യാരക്ടർക്ക് ആ ഒരു തിയേറ്ററിൽ ഒരു ചെറിയൊരു ഹാസ്യരംഗവും കാര്യങ്ങളൊക്കെ ആക്കി തീർക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒട്ടും കൊള്ളാതെ അഭിനയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അതായത് ജാഫർ ഇടുക്കിയില്ലേ. ജാഫർ ഇടുക്കി ഈ ഒരു സിനിമയ്ക്കകത്ത് ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം ചില ഡയലോഗൊന്നും ഒരു ഇൻകംപ്ലീറ്റ് പോലെയാണ്. അതായത് വളരെ ക്ലാരിറ്റി ഇല്ലാതെ വളരെ ഇതായിട്ട് വെറും വൃത്തിയിട്ട രീതി. അത് വേറൊരു പോലീസുകാരനായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ലതായിരുന്നു. ഇച്ചിരിയും കൂടെ നല്ലൊരു ആളെ എടുത്തായിരുന്നെങ്കിൽ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഒരുപാട് ഡയലോഗും ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജാഫർ ഇടുക്കി അത് അത്യാവശ്യം കുളവാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു മൂവിയിൽ എനിക്ക് ഒരു ഭാഗത്തെ പറ്റി ഒരു കറക്ഷൻ വരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. കാരണം എല്ലാ ടിപ്പിക്കൽ സിനിമയിലും ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്താണ് അടിച്ചു വീണവിടത്തുനിന്ന് ഇങ്ങനെ പറയുന്നത്. അവിടെ മോഹൻലാലാണ് ബാ എണ്ണിച്ച് ബാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു സീന് പകരമായിട്ടും ഈ ഒരു സിനിമയ്ക്കകത്ത് ഉടനീളം അവൾക്ക് അവിടെ അമ്മയുടെ മെമ്മറീസ് കാണിക്കുന്നുണ്ട്. ഈ മെമ്മറീസ് കാണിക്കുമ്പോൾ തന്നെ ചിപ്പിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല, ഒരു മെമ്മറീസായിട്ട് മാത്രമേ ഒരു പാട്ട് സീനിങ്ങിൽ കാണിച്ചു പോകുന്നേ ഉള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് റിവൈൻഡ് ചെയ്ത് പല സീനുകളിൽ കാണിക്കുന്നുണ്ട് മെമ്മറീസും കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യം വില്ലൻ വന്നിട്ട് വീട് തകർത്തിട്ട് പോകുമ്പോൾ ഇവളെ ക്യാസറ്റൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സീനുണ്ട്. ഇവൾ അടി കൊണ്ട് വീണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഈ മോഹൻലാൽ വന്ന് ബാ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് ഈ ചിപ്പിയുടെ
എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങൾ ഇവൻ നശിപ്പിക്കുന്ന, ഈ വില്ലൻ നശിപ്പിക്കുന്നോ അല്ലെങ്കിൽ ഈ വിലപ്പെട്ട സാധനമായിട്ട് അതിനകത്ത് കാണിക്കുന്നത് തന്നെ ഇവിടെ കാസറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ കാസറ്റ് എല്ലാം വെട്ടി നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ അമ്മയുടെ ഏതെങ്കിലും പിക്ചർ താഴെ വീട് ഉടഞ്ഞു പോകുന്നതോ, ആ ഒരു സമയത്ത് ഇവക്ക് പെട്ടെന്നൊരു ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ടായി ഇവനെ ഇടിച്ച് തകർക്കുന്നതായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ആ ഒരു അമ്മ മകൾ എന്നുള്ള ഒരു ബോണ്ടില്ലേ, അത് പക്കയായിട്ട് ആ സിനിമയ്ക്കകത്ത് വർക്കൗട്ടായിരുന്നു. ഇതൊരു മോഹൻലാലിന് വേണ്ടി ഒരു സ്പേസ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മോഹൻലാൽ ഇങ്ങനെ എണ്ണിച്ച് വാ, അത് വേണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ ഒരു സീൻ ഇച്ചിരി കൂടെ ഒരു ഓഡിയൻസിലേക്ക് ഒരു ഡെപ്തായിട്ട് എത്തണമെങ്കിൽ അത് ചെയ്താൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. ഇത് ശരിയാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയത്, കാരണം ഈ സിനിമയ്ക്കകത്ത് പല സിറ്റുവേഷനിലും കാണിക്കുന്നുണ്ട് ഇവളും ഇവിടെ അമ്മയായിട്ടുള്ളൊരു ബോണ്ടും കാര്യങ്ങളൊക്കെ. അപ്പം അത് ഇച്ചിരി കൂടെ നിലനിർത്താൻ വേണ്ടി അത് കാണിച്ചാൽ മതിയായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. സിനിമ ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഫീൽ ഗുഡ് മൂവിയാണെന്ന് പറഞ്ഞ് പോയി കാണണ്ട. ഇതൊരു ഫീൽ ടെറർ മൂവിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ബൈ ബൈ.